ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു കിടിലം ഞണ്ട് കറിയുമായിട്ടാണ്. ഇതിനെ സ്പെഷ്യലി വിളിക്കുകയാണെങ്കിൽ ഹോളിഡേ ഞണ്ട് കറി എന്ന് വിളിക്കാം. എന്തുകൊണ്ടെന്നാൽ ഹോളിഡേയ്സിന് നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനാണ് ഇഷ്ടം, സ്പെഷ്യലി വർക്കിംഗ് ലേഡീസ്. ഹോളിഡേയ്സിനാണ് നമുക്കൊരു ടൈം കിട്ടുന്നത്. നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ടൈം കൊടുക്കണേട്ട് നമുക്ക് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലേഡീസ് വളരെ കുറവാണ്. സോ വളരെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് ഫാമിലിയോടൊപ്പം കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാനും കൂടി ഈ ഒരു കറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആദ്യമായി ഞണ്ടിനെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് അതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു നല്ലൊരു പാനിലിട്ട് അധികം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി, നമ്മുടെ നാടൻ പുളി, ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ട് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആഹാ, ഇതങ്ങ് തിളച്ച് വറ്റി വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇത് നീ നമ്മുടെ നല്ല സ്റ്റീം റൈസിൻ്റെ കൂടെ അങ്ങ് കൂട്ടിക്കുഴച്ച് അങ്ങ് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, വാ! എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസി. നിങ്ങളുടെ ഹോളിഡേയ്സിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം.